ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു സ്വാതന്ത്ര്യദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വാതന്ത്ര്യദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള 30ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ പറയുന്ന 30 ചോദ്യങ്ങളും പഠിക്കുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഓരോ ചോദ്യം വായിച്ച ശേഷവും നിങ്ങൾക്കൊരു 10 സെക്കൻഡ് ടൈമർ തരുന്നതാണ്. ആ ടൈമറിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ആ ഉത്തരം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഥവാ നിങ്ങൾ ഈ വീഡിയോയുടെ ലൈവ് ആണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സാധാരണ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുക. നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ടൈമർ ഇപ്പോൾ ആരംഭിക്കും. ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആര്? പോർച്ചുഗീസുകാരെയാണ് നമ്മൾ പറങ്കികൾ എന്ന പേരിൽ വിളിക്കുന്നത്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം: കേരളത്തിൽ നിലനിൽക്കുന്ന ഏക മുസ്ലിം രാജവംശം ഏതാണ്? അറയ്ക്കൽ രാജവംശമാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏക മുസ്ലിം രാജവംശം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: മലബാർ ലഹള നടന്ന വർഷം ഏതാണ്? മലബാർ ലഹള നടന്ന വർഷം ഏത്? ആയിരത്തി 1921 മലബാർ ലഹള നടന്നത്. ആറാമത്തെ ചോദ്യം ഇതാണ്: ഈഴവ സമുദായത്തിന് ഗവൺമെൻറ് സർവീസിൽ മതിയായ പ്രാതിനിധ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം ഏതാണ്? ഈഴവ മെമ്മോറിയൽ എന്നാണ് ആ പ്രക്ഷോഭത്തിൻ്റെ പേര്. ഏഴാമത്തെ ചോദ്യം: വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്? ആയിരത്തി 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. എട്ടാമത്തെ ചോദ്യം: കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്? കേരളത്തിൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. ഒൻപതാമത്തെ ചോദ്യം: ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12 വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്: ഇന്ത്യ സ്വതന്ത്രമായ ശേഷം കൊച്ചിയിൽ രൂപം കൊണ്ട ആദ്യ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? പനമ്പിള്ളി രാഘവ മേനോനാണ് ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തത്. 11ാമത്തെ ചോദ്യം: ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കെ മാധവൻ നായരാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തി പ്രസംഗം നടത്തിയപ്പോൾ അത് മലയാളത്തിലേക്ക് പരിഭാഷ അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്തത്. 12ാമത്തെ ചോദ്യം: തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത ആരാണ്?
തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആനി മസ്ക്രീൻ ആണ്. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആനി മസ്ക്രീൻ. 13ാമത്തെ ചോദ്യം ഇതാണ്: ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി. 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. 14ാമത്തെ ചോദ്യം: തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട ദിവാൻ ആരാണ്? തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട ദിവാൻ ആര്? പതിനാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട ദിവാനാണ് വേലുത്തമ്പി ദളവ. 15ാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 16ാമത്തെ ചോദ്യം ഇതാണ്: ദേശീയ രക്തസാക്ഷി ദിനം എന്നാണ്? ദേശീയ രക്തസാക്ഷി ദിനം മാർച്ച് 30-ാം തീയതിയാണ്. മാർച്ച് 30-ാം തീയതിയാണ് ദേശീയ രക്തസാക്ഷി ദിനം. 17ാമത്തെ ചോദ്യം: രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭഗത് സിംഗ്. 18ാമത്തെ ചോദ്യം ഇതാണ്: ജാലിയൻ വാലാബാഗിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ കൊളുത്തിവെച്ചിരിക്കുന്ന അഗ്നികുംഭത്തിൻ്റെ പേരെന്താണ്? അമർ ജ്യോതി എന്നാണ് ആ അഗ്നികുംഭത്തിൻ്റെ പേര്. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം: 1-ാം ലോക മഹായുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. 20ാമത്തെ ചോദ്യം: ഇന്ത്യ ഗേറ്റിന് കീഴിലായി സ്ഥാപിച്ച യുദ്ധസ്മാരകം ഏതാണ്? ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ഇന്ത്യ ഗേറ്റിന് കീഴിലായി സ്ഥാപിച്ച യുദ്ധസ്മാരകമാണ് അമർ ജവാൻ ജ്യോതി. 21ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. 22ാമത്തെ ചോദ്യം: ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി. 23ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മളെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി. 24ാമത്തെ ചോദ്യം: ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 25ാമത്തെ ചോദ്യം: ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യാനും വിചാരണയില്ലാതെ തടവിൽ വെക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ ആക്ട് ഏതാണ്?
1919 പുറത്തിറക്കിയ റൗലറ്റ് ആക്ട് ആണത്. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം റൗലറ്റ് ആക്ട്. 26ാമത്തെ ചോദ്യം 1916 ബാലഗംഗാധര തിലക് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഹോം റൂൾ പ്രസ്ഥാനമാണ് 1916 ബാലഗംഗാധര തിലക് ആരംഭിച്ച പ്രസ്ഥാനം. 27ാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരാണ്? മൈക്കൽ ഒ ഡയർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ. 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൈക്കൽ ഒ ഡയർ. 28ാമത്തെ ചോദ്യം മൈക്കൽ ഒ ഡയറിനെ വധിച്ച ധീരദേശസ്നേഹി ആരാണ്? മൈക്കൽ ഒ ഡയറിനെ വധിച്ച ധീരനാണ് ഉധം സിംഗ്. 29ാമത്തെ ചോദ്യം മാപ്പിള കലാപം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? മലബാർ കലാപമാണ് മാപ്പിള കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം. മറക്കരുത്, മലബാർ കലാപം. ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. മലബാർ കലാപത്തോടനുബന്ധിച്ച് നടന്ന ദുരന്തം എന്താണ്? വാഗൺ ട്രാജഡിയാണ് മലബാർ കലാപത്തോടനുബന്ധിച്ച് നടന്ന ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം മറക്കരുത്, വാഗൺ ട്രാജഡി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 30ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾ കാണുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോസ് കാണുവാനായി നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിൻ്റെയും PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഇതെല്ലാം പേപ്പറിൽ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.